നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ അശ്ലീല പരാമർശത്തിൽ കസ്റ്റഡിയിലെടുത്ത തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ഇന്ന് തന്നെ വിട്ടയക്കും. ഉദയനിധിയെ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടു. നീലാങ്കരയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് തഞ്ചാവൂർ പോലീസ് പ്രതിപക്ഷ നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. ഷെബിൻ മെഹബൂബ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷെബിൻ, കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് വിട്ടയക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതേ, കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഉദയനിധി സ്റ്റാലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. പ്രതിപക്ഷ നേതാവ് ഉദയനിധിയെ അന്വേഷണത്തിന് ശേഷം ഇന്ന് തന്നെ വിട്ടയക്കാൻ മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ഇളയന്തിരിയൻ ഉത്തരവിടുകയാണ് ഉണ്ടായത്. അന്വേഷണത്തിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്ന് സർക്കാരിൻ്റെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ മറുപടി നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തഞ്ചാവൂരിൽ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ DMK പരിപാടിയിൽ ഉദയനിധി സ്റ്റാലിൻ വിജയിയെയും തൃഷയെയും ബന്ധപ്പെടുത്തി ദ്വയാർത്ഥ പ്രയോഗമുള്ള പരാമർശം നടത്തിയത്. അതിന് പിന്നാലെ ഉദയനിധിക്കെതിരെ കേസെടുത്തിരുന്നു. കേസെടുക്കുകയും ഇന്ന് രാവിലെ തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. വിജയിയെ ഉടൻ തന്നെ വിട്ടയക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിനിഷ. ഉദയനിധി സ്റ്റാലിനെ ഉടൻ തന്നെ വിട്ടയക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഉദയനിധിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്ന് കോടതി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കോടതി കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപേയായിരുന്നു വളരെ നാടകീയമായ രീതിയിൽ ഉദയനിധി സ്റ്റാലിനെ ഔദ്യോഗിക വസതിയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് വഴിവെച്ചു. പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും DMK MP-മാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കി. ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ വീടിന് മുൻവശത്ത് തന്നെ DMK പ്രവർത്തകർ തടിച്ചുകൂടുന്നു. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന വാഹനത്തിന് മുകളിൽ കയറി വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് DMK പ്രവർത്തകരുടെ പ്രതിഷേധം മാറി. അപ്പോൾ ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ പോകുന്നു എന്ന വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉദയനിധി സ്റ്റാലിൻ്റെ വീടിന് മുൻപാകെ പോലീസ് എത്തിയപ്പോൾ അത് ഉദയനിധിക്ക് സുരക്ഷയൊരുക്കാനാണ് എന്നുള്ള രീതിയിലാണ് DMK പ്രവർത്തകരും ഉദയനിധിയും ഒക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. വീടിനകത്ത് കയറിയായിരുന്നു. വീടിനകത്തേക്ക് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ കയറിയായിരുന്നു ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുന്ന കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് തഞ്ചാവൂർ പോലീസ് കടന്നത്. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. അതിനുശേഷമാണ് കോടതിയുടെ ഇടപെടൽ. കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു ഈ പോലീസ് നടപടിയിൽ, അല്ലേ ഷെബിൻ? കോടതി ഇന്ന് 12 മണിവരെ ഉദയനിധി സ്റ്റാലിനെതിരെ ഒരു നടപടിയും എടുക്കരുത് എന്ന് ഉത്തരവിട്ടിരുന്നു. പക്ഷേ അത് ലംഘിച്ചുകൊണ്ടാണ് 11:30 തന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ വസതിയിൽ വെച്ച് ഉദയനിധി സ്റ്റാലിനെ തഞ്ചാവൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനെതിരെ വ്യാപക പ്രതിഷേധം തമിഴ്നാട്ടിലുടനീളം ഉണ്ടായിരുന്നു. ചെന്നൈയിലും മറ്റു പ്രദേശങ്ങളിലും എല്ലാം DMK പ്രവർത്തകർ പ്രതിഷേധവും പ്രകടനവുമായി രംഗത്തെത്തിയിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും അടക്കം ധാരാളം DMK പ്രവർത്തകർ പ്രതിഷേധത്തിൽ അണിനിരന്നിരുന്നു. ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുപോയ വാഹനത്തെ തടയാൻ ശ്രമിച്ചിരുന്നു. വാഹനത്തിന് പിന്നാലെ നിരവധി വാഹനങ്ങൾ പുറപ്പെടുകയും ആ വാഹനങ്ങളൊക്കെ പോലീസ് തടയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം കോടതി ഈ വിഷയം പരിഗണിച്ചതും ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാൻ ഉത്തരവിട്ടതും. ശരി ഷെബിൻ, ഏതായാലും സ്ത്രീവിരുദ്ധ പരാമർശത്തിന് മുകളിലാണ് ഉദയനിധി സ്റ്റാലിനെതിരെ ഒരു അറസ്റ്റ് ഉണ്ടായത്. ആ അറസ്റ്റിൽ ഇടപെടലുണ്ടാകുന്നു, കോടതി ഇടപെടലുണ്ടാകുന്നു. ഇന്ന് രാത്രി 12 മണി വരെ ഉദയനിധി സ്റ്റാലിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അറസ്റ്റ് ചെയ്ത ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കുന്നത്.